നമസ്കാരം. ശനിയുടെ രാശിമാറ്റം സംഭവിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശനിയുടെ രാശിമാറ്റം ചില തരത്തിലുള്ള ശുഭകരമായ കാര്യങ്ങൾ കൊണ്ടുവരും. അതേപോലെ ചില വ്യക്തികൾക്ക് ദോഷകരമായ കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം. 2.5 വർഷത്തിന് ഇടയിലാണ് ശനി തന്റെ രാശി മാറുന്നത്. കർമ്മത്തിന്റെ ദേവൻ കൂടിയാണ് ശനി എന്നതുകൊണ്ട് തന്നെ ശനിയുടെ രാശിമാറ്റം നിങ്ങളിൽ പലവിധ സ്വാധീനവും ചെലുത്തുന്നതുമാണ്. കുംഭം രാശിയിലാണ് ഇപ്പോൾ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2025 മാർച്ച് 23 വരെ ശനി കുംഭം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുമാണ്. എന്നാൽ അതിനുശേഷം ശനി മീനം രാശിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റങ്ങൾ മൂലം പലപ്പോഴും ചില രാശിക്കാരുടെ ജീവിതത്തിൽ ഇരട്ട രാജയോഗം രൂപം കൊള്ളുന്നു എന്നതാണ് വാസ്തവം. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ശനിയുടെ രാശിമാറ്റം നൽകുന്നത് ഇരട്ട രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാകുന്നു. ജീവിതം തന്നെ മാറി മറിയുന്നതായ അവസരമാണ് വന്നു ചേരുക. പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരും. ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത് തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പലവിധ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും. ജീവിതം മാറി മറിയുന്നതായ നിരവധിയാർന്ന അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല പ്രതിസന്ധികൾക്കും അത് തരണം ചെയ്ത് അഥവാ അറുതി വരുത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ മികച്ച സമയമാകുന്നു. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കാരണം മികച്ച തുടക്കങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ് പരമായും ജോലിയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ, ഉയരങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളെ തേടി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ മേടം രാശിക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങൾക്ക് ഈശ്വര കടാക്ഷത്താൽ, ശനിദേവന്റെ അനുഗ്രഹത്താൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ദുരിതപൂർണമായ അവസ്ഥകൾക്ക്, തടസ്സങ്ങൾക്ക്, കൂടാതെ കൈകളിലേക്ക് ശരിയായ രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരാതെ മറ്റുള്ളവർക്ക് ഉയർച്ചയും, അതായത് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർക്ക് ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായ ആ ദോഷകരമായ ഫലങ്ങൾക്കും ചില മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. ഈ സമയം ശനിദേവനെ നിങ്ങൾ ആരാധിക്കുന്നതും, ഈ സമയം സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കുന്നതും, ശനിദേവനെ ആരാധിക്കുന്നതും, ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സഹായകരമായി തീരും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ ഏറ്റവും സഹായകരമായ സമയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഗുണകരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. സാമ്പത്തിക സ്ഥിതിയാൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ചിങ്ങം രാശിക്കാരെ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തേടിയെത്തും. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട്, കർമ്മമേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയങ്ങൾ നേടുവാനും, വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക, പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ അനുഭവിച്ച് പോരുന്നതായ ചില വിഷമങ്ങൾ, ചില ആശങ്കകൾക്ക് പരിഹാരമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ
പല കാര്യങ്ങളും തടസ്സങ്ങളാൽ മുന്നോട്ട് പോകാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേരുന്നതായ ചില ആശയക്കുഴപ്പങ്ങൾ തരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ ഒന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ പരിഹരിക്കുവാൻ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ധനപരമായ ചില നേട്ടങ്ങൾ വന്ന് ചേരുന്നതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പേരും പ്രശസ്തിയും വർദ്ധിക്കുക, മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ ഈ സമയം പരമശിവനെയും ശനിദേവനെയും ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോവുക. ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് സഹായകരം തന്നെയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനലാഭം വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. ശനി മീനം രാശിയിലേക്ക് മാറി വരുന്നതിന്റെ ഫലമായി തന്നെ പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ധനലാഭം നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന സമയമാണ് എന്ന പ്രത്യേകതയുണ്ട്. പലവിധ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും അല്ലെങ്കിൽ അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. കർമ്മരംഗത്ത് പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ വളർച്ച, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. പല കാര്യങ്ങളിലും വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും അതേപോലെ തന്നെ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യാം. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചില തർക്കങ്ങൾ പരിഹരിക്കുവാനും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും ഈ സമയം സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ സ്വന്തമാക്കുവാനോ ആഗ്രഹിച്ചതായ വ്യക്തികളിൽ നിന്നും സമ്മാനം ലഭിക്കുകയോ അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ ലഭിക്കുകയോ അപ്രതീക്ഷിതമായ ചില വസ്തുക്കൾ ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭവാർത്തകൾ, ഉല്ലാസകരമായ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ അത് ജോലിയുമായി ബന്ധപ്പെട്ടോ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആണ് എങ്കിൽ പോലും ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം പ്രത്യേകിച്ചും പരമശിവനെയും ശനിദേവനെയും അതേപോലെ തന്നെ ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത്. പല വിധത്തിലുള്ള രാജയോഗങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. പ്രത്യേകിച്ചും ശനിയുമായി ബന്ധപ്പെട്ട് ഇരട്ട രാജയോഗം തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എല്ലാ മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുക, അതുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ വന്നു ചേരുക. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരും. പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരും. സംസാരത്തിലൂടെ പോലും മറ്റുള്ളവരുടെ മനസ്സെ കീഴടക്കുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാനും സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരാം. രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചെറുകിട കച്ചവടം, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കൈകളിലേക്ക് പണം വന്നു ചേരാം.
ഉല്ലാസയാത്രകൾ, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കുക, വിദേശത്തേക്ക് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പഠനവുമായി ബന്ധപ്പെട്ടും അല്പം മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.